ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന് പോകുന്നതും കാത്ത് കച്ച കെട്ടിയിരിക്കുകയാണ് ബബിയും രോഹിത്തൊക്കെ. ആ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ അവളുടെ അടുത്ത് ബബി പറയുന്നുണ്ട്, നീ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു തല്ലുണ്ടാക്കുന്നത് മിസ്സാവും എന്ന് പറയുമ്പോൾ, അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചോ, വൈകിട്ട് വന്നിട്ട് കണ്ടോളാം, കയ്യിലല്ലേ മൊബൈൽ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇതൊന്നും തീരെ രസിക്കുന്നില്ല കേട്ടോ വൈജയ്ക്ക്. അച്ഛൻ്റെ മോള് തന്നെ എന്ന് പറയുമ്പോൾ അമ്മയുടെ മോളും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയണേ കൃഷ്ണമോള്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസ്യാമ്മയും കൂടെ കടപ്പാട്ടൂര് വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ വൈജയായിരിക്കും. വൈജയെ കണ്ടതും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ രേവതിക്കുട്ടി. എന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, വൈജയെ നോക്കിയിട്ട് അതേ സ്വരം, അതേ രൂപം, അതേ സംസാരം, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ പേടിയുണ്ട് കേട്ടോ, ഇതെങ്ങാണ്ട് പറയുമോ എന്നുള്ളത്. അപ്പൊ എന്തിനാ വന്നതെന്നൊക്കെ വൈജി ചോദിക്കുന്ന നേരത്തെ ഞങ്ങൾ അലീനയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് വന്നത് എന്ന് നമ്മുടെ ഗ്രേസ്യമ്മ പറയുമ്പോൾ, കുറച്ചുനാൾ കഴിയുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചോളും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീന എറണാകുളത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ പോവണ്ട എന്ന്. അതെന്താ വെച്ചാൽ എന്നോട് പൊക്കോളാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്ന നേരത്തെ, നീ ഇവിടെയാണെങ്കിൽ നിനക്ക് എന്റെ സംരക്ഷണം കിട്ടും, പക്ഷെ നീ അവിടേക്ക് പോയാൽ മാമച്ചന്റെ വീട് അവർ കണ്ടുപിടിക്കും, നിന്നെ വന്ന് അവർ ഭീഷണിപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു പ്രമോദനെയാണ് കേട്ടോ കാണിച്ചത്.